ഷമീർ, ഗുഡ് മോർണിംഗ്. ഈ എന്തുമാത്രം പീഡനം സഹിച്ചു, എന്തുമാത്രം ക്രൂരത നേരിട്ടു അതുല്യ എന്ന് വെളിവാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടിരിക്കുന്നത്. അതുല്യയുടെ കുടുംബം തുടക്കം മുതൽ തന്നെ ഈ ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയുമായിരുന്നു. സതീഷ് തൻ്റെ മകളെ കൊലപ്പെടുത്തിയെന്നായിരുന്നു അച്ഛനും അമ്മയും ഒക്കെ അന്നും ഇന്നും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ കൂടുതൽ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ കേസ് ഇതിൻ്റെ ഇപ്പോൾ സ്റ്റേറ്റസ് എന്താണ് ഈ കേസിൻ്റെ? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഈ കേസിൻ്റെ ഈ നിലവിലെ അവസ്ഥ, ഇടക്കാല മുൻകൂർ ജാമ്യം കഴിഞ്ഞ ദിവസം ഈ സതീഷിന്, ഈ കേസിൽ പ്രതിയായ സതീഷിന് നീട്ടി നൽകിയിരുന്നു. എന്തായാലും നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യം മുമ്പും ഒരു മാധ്യമത്തിലും വന്ന ദൃശ്യങ്ങളല്ല. അതായത് ആദ്യഘട്ടങ്ങളിൽ പെൺകുട്ടി മരിച്ചതിന് ശേഷം വന്ന ചില ദൃശ്യങ്ങൾ മാത്രമായിരുന്നു പുറത്തുണ്ടായിരുന്നെങ്കിൽ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അതായത് ഈ പെൺകുട്ടി മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇയാൾ, അതായത് ഈ സതീഷ, ഈ ഫ്ലാറ്റിനുള്ളിൽ ഇരുന്ന് നിരന്തരം മദ്യപിക്കുമായിരുന്നു. അങ്ങനെ അത് സഹിക്കാൻ കഴിയാതെയാണ് ആ പെൺകുട്ടി ആ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിൽ തന്നെ അയാൾ ക്രൂരമായ രീതിയിൽ ആ പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഒരുങ്ങുന്നതും ബെൽറ്റ് ഉപയോഗിച്ച് മർദ്ദിക്കുന്നതും ഒക്കെ തന്നെ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. എന്തായാലും ഈ മർദ്ദനം കോടതിക്ക് മുമ്പിൽ ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രതിഭാഗം കാണിച്ചു. കോടതി കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചെങ്കിലും പ്രതിഭാഗം ഉന്നയിച്ചത് ഇത് പഴയ ദൃശ്യങ്ങളാണ് എന്നാണ്. പക്ഷേ ഈ ദൃശ്യങ്ങളുടെ ആധികാരികത പരിശോധിക്കാനാണ് ഇപ്പോൾ പ്രോസിക്യൂട്ടർ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇത് തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ ഈ ദൃശ്യങ്ങൾ പരിശോധിക്കും. ഏതൊക്കെ ദിവസങ്ങളിലാണ്, ഏറ്റവും അടുത്തായിട്ടാണോ, അതായത് അതുല്യ മരിച്ചതിന് ദിവസങ്ങൾക്ക് മുമ്പായിട്ടാണോ ഈ സംഭവങ്ങൾ ഉണ്ടായത് തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ ഫോറൻസിക് പരിശോധനയിലൂടെ ലഭ്യമാകും. എന്തായാലും ഈ പെൺകുട്ടി നേരിട്ടത് സമാനതകളില്ലാത്ത പീഡനമാണ് എന്ന് വെളിവാക്കുന്നതാണ് ഈ ദൃശ്യങ്ങളുള്ളത്. അതായത് അതുല്യ അക്രമക ദൃശ്യങ്ങളിൽ പറയുന്നുണ്ട്, കഴിഞ്ഞ 10 വർഷത്തിലധികമായി നിങ്ങളുടെ പീഡനം ഞാൻ സഹിക്കുന്നുണ്ട്, നിങ്ങൾ ഇനിയും മദ്യപിച്ചോളൂ, മദ്യപിച്ച ശേഷം നിങ്ങൾ എന്നെ മർദ്ദിക്കാൻ ഒരുങ്ങുന്നത് ദൃശ്യം ലോകത്തിന് മുമ്പിൽ കാണിക്കാനായിട്ടായിരുന്നു ആ പെൺകുട്ടി ആ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തത്. ഇതിനുശേഷം അവിടെ എന്താണ് സംഭവിച്ചത്, ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തുമെന്ന് ആ ദൃശ്യത്തിൽ അയാൾ പറയുന്നുണ്ട്. അതും പുറത്തുനിന്ന ആൾക്കാരെ, എനിക്ക് വേണമെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ നിന്നെ കൊലപ്പെടുത്താൻ കഴിയും, പക്ഷേ നിന്നെ കൊലപ്പെടുത്താൻ പുറത്തുനിന്ന ആളുകളെ വെച്ച് വേണമെങ്കിൽ എനിക്ക് കൊലപ്പെടുത്താൻ കഴിയും, എനിക്ക് വേറെ ഒരുപാട് ബന്ധങ്ങളുണ്ട്, അതായത് സതീഷിന് മറ്റ് പെൺകുട്ടികളുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് വെളിവാക്കുന്ന ചില ചാറ്റുകളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും ആ പെൺകുട്ടി നേരിട്ടത് സമാനതകളില്ലാത്ത പീഡനമാണ് ഈ ഷാർജയിലെ ഫ്ളാറ്റിൽ നേരിട്ടതെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ദൃശ്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. എന്തായാലും കോടതിക്ക് മുമ്പിൽ എത്തിയ ദൃശ്യങ്ങളാണ് ഇത്. എന്തായാലും ഈ ദൃശ്യങ്ങളുടെ ആധികാരികത പരിശോധനാ ഫലം വരും ദിവസങ്ങളിൽ തന്നെ പുറത്തു വരും. അതായത് ദൃശ്യം ചിത്രീകരിച്ച് എന്നാണെന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പുറത്തു വരിക. സേതുലക്ഷ്മി, ശരി ഷമീർ, ഓക്കെ. അപ്പോൾ അതുല്യ നേരിട്ട പീഡനങ്ങൾ എത്രത്തോളമാണ് എന്ന് വെളിവാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടിരിക്കുന്നത്.